അച്ചടക്കം നിലനിർത്താൻ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കരണത്തടിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്ന് ഹൈക്കോടതി. തൃശൂർ ചിറ്റാട്ടുകര ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ പരാമർശം. കരണത്തടിയേറ്റ 5 വിദ്യാർത്ഥികളടക്കം 21 കുട്ടികൾ സ്കൂളിന്റെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇവർക്ക് വൈകിട്ട് 6 മണി മുതൽ 10 മണിവരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസിന്റെ ഇടവേളയിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്തു. ഇതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി 10-ാം തീയതി രാവിലെ 10 മണിക്ക് ഇവരെ പ്രിൻസിപ്പലിന്റെ റൂമിലെത്തിക്കുകയും ഇതിൽ 5 പേരുടെ കരണത്തടിക്കുകയും ചെയ്തു. പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും ഷർട്ടിന്റെ കോളറിൽ പിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തുവെന്നായിരുന്നു കുട്ടികളുടെ പരാതി. രഹസ്യമൊഴിയിലും കുട്ടികൾ പരാതി ആവർത്തിച്ചു. പരാതിയിൽ പാവറട്ടി പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവം നടന്ന 2 ദിവസത്തിനു ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പുറമേക്ക് കാണാവുന്ന പരിക്കുകൾ ഇല്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഇത് കണക്കിലെടുത്താണ് കേസ് റദ്ദാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ്. ക്ലാസിന്റെ ഇടവേളയിൽ പാട്ടുപാടിയതിലൂടെ കുട്ടികൾ അച്ചടക്കം ലംഘിച്ചു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സ്കൂളിലെ അച്ചടക്കം നിലനിർത്താനായാണ് കുട്ടികളുടെ കരണത്തടിച്ചതെന്നും അതിനാൽ ആ പ്രവൃത്തി ഗുരുതരമല്ലെന്നുമാണ് ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും കുട്ടികളുടെ അഭിഭാഷകൻ ഹാജരാക്കി. എന്നാൽ റിപ്പോർട്ടിൽ പുറമേക്ക് കാണാവുന്ന പരുക്കുകൾ ഇല്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ അച്ചടക്ക ലംഘനം നടക്കുമ്പോൾ അധ്യാപകർക്ക് ഇത് നോക്കി നിൽക്കാനാവില്ലെന്ന സുപ്രീം കോടതി വിധിയും എറണാകുളം കോടനാട് തോട്ടുവ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലിയതുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി ഉത്തരവും ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ നന്മയെ കരുതി അധ്യാപകർ ശിക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്നായിരുന്നു അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ തന്നെ പരാമർശം. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അച്ചടക്ക സംരക്ഷണവും പ്രധാനമാണെന്നും അന്ന് ജസ്റ്റിസ് വ്യക്തമാക്കി. മാർക്ക് കുറഞ്ഞതിനോ അച്ചടക്കത്തിന്റെ ഭാഗമായോ ചുമതലപ്പെട്ട അധ്യാപകൻ ശിക്ഷിക്കുന്നത് ബാലനീതി നിയമ ലംഘനമാകില്ലെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നാൽ പെട്ടെന്നുണ്ടായ കോപത്തെ തുടർന്ന് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധം മർദ്ദിക്കുന്നത് അധ്യാപകന്റെ അവകാശമായി കണക്കാക്കാനാകില്ല. സാഹചര്യങ്ങളും ശിക്ഷയുടെ ആഴവും ഗൗരവവും കൂടി കണക്കിലെടുത്ത് മാത്രമേ ഇത്തരം സംഭവങ്ങളിൽ ക്രിമിനൽ കുറ്റം നിർണ്ണയിക്കാവൂ. മാർക്ക് കുറഞ്ഞതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ച എറണാകുളം കോടനാട് സ്കൂളിലെ അധ്യാപകനെതിരെ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു അന്നത്തെ ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം.